ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നെയിൽസിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ഒരു വീഡിയോ, നെയിൽസിന് ബ്ലാക്ക് കളർ വരുന്നതിനെ കുറിച്ച് സംബന്ധിച്ചൊരു വീഡിയോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടിട്ട വീഡിയോ ആയിരുന്നു. അപ്പം കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് എന്താ ഡിലീറ്റ് ചെയ്തതെന്ന്. എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആലോചിച്ച് എന്ത് കോപ്പിറൈറ്റ് ദൈവമേ ഇപ്പം അതിൽ വന്നത്. ഞാൻ മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും അതിൽ കൂടുതലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് വേറൊരാളുടെ കണ്ടൻറ്റ് അടിച്ചു മാറ്റിയിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സോങ്ങോ മ്യൂസിക്കോ എന്തെങ്കിലും അതിലിടുകയോ ഒക്കെ ചെയ്താലാണ് അങ്ങനെ വരാറ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രഗത്ഭയായ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നും അല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് പരിമിതമായ അറിവേ ഉള്ളൂ. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചിട്ടും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുമൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ മെസ്സേജ് പിന്നെ അവരുടെ ആ ഒരു മെയിൽ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ എവിടെയാണ് പ്രോബ്ലം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ യൂട്യൂബ് വെച്ചിരിക്കുന്ന അതിനകത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് അവിടെ പ്രസ് ചെയ്ത് നോക്കിയപ്പം വീഡിയോ പകുതി ഒരു ലാസ്റ്റ് ഭാഗത്തേക്കാണ് വീഡിയോയ്ക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഞെക്കി നോക്കിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീഡിയോ വന്നു. അതെന്താ സംഭവം എന്നറിയോ? എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഒരു 10-35 വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കറിയാം. എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡായിരുന്നു വിളിച്ചത്. കോള് വന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടൂണ് അതിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കറിയില്ലായിരുന്നു അതൊന്നും അങ്ങനെ റിംഗ് ടൂൺ കേട്ടാലൊന്നും അത് കോപ്പിറൈറ്റ് ഇഷ്യൂയിലേക്ക് വരും. ആ ഒരു റിംഗ് ടൂണ് അങ്ങനെ നമ്മളിട്ട മ്യൂസിക്കൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ വന്നാൽ ഇങ്ങനെ പ്രശ്നം വരുന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് എനിക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഞാനതിൽ പിന്നെ വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ചാനലിന് മോശമാണ് എന്ന് യൂട്യൂബ് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. 35 വ്യൂസോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കണ്ട ആൾക്കാരായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന്. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അതിലിങ്ങനെ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടൂൺ കേട്ടത് കൊണ്ട് അതിൽ ആ സോങ് എനിക്ക് തോന്നുന്നു എന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സോങ് ആയതുകൊണ്ട് പിന്നെ ആ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ വേറെ കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരുപാട് രാത്രിയായി, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളെ എടുത്തിടാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസൊന്നും വരാഞ്ഞത്. കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസിന് കാത്തിരിക്കുന്നവരുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ടാവും പോലെയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിടാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. കീമോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഒരു സൈഡ് എഫക്റ്റാണ് നമ്മുടെ നഖങ്ങളും കാലുകളും ഒക്കെ കറുത്തു പോകുക എന്നുള്ളത്. അപ്പം കൈയൊക്കെ വല്ലാതെ കരിക്കലത്തിൽ നമ്മൾ കൈയിട്ട് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ കറുത്തു പോകും. കൈകൾ മാത്രമല്ല, നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും എല്ലാ ഭാഗവും അങ്ങനെ കറുക്കും. കണ്ണിന് ചുറ്റിനൊക്കെ എനിക്ക് നിറച്ച് കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് സങ്കടമായി. കാരണം വെച്ചാൽ കണ്ണിന് ചുറ്റും കറുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മുഖത്ത് ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ അത്. പക്ഷെ അതെല്ലാം കീമോ കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ നഖങ്ങൾ കംപ്ലീറ്റ്. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക, ഈ അസുഖമാണ് എന്നറിഞ്ഞത് തൊട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് മൂന്നാമത്തെ കീമോയൊക്കെ ആയപ്പോൾ ഉള്ള വീഡിയോസൊക്കെ അതിലുണ്ട്. അതിലൊക്കെ നോക്കിയാൽ അറിയാം എൻ്റെ നഖം വല്ലാതെ കറുപ്പ്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ബ്ലാക്ക് ക്യൂട്ടസ് ഇട്ടാന്ന് തോന്നും. അതുപോലെ കറുത്ത കളറിലാണ് എൻ്റെ നഖങ്ങൾ ഇരിക്കുന്നത്. അപ്പം നഖങ്ങൾ മാത്രമല്ല, നമ്മുടെ കൈയുടെ ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് കറുത്തിട്ടായിരുന്നു. ഇങ്ങനത്തെ ഈ ഭാഗങ്ങളെല്ലാം കറുപ്പായിരുന്നു. കൈയുടെ ഈ ഏരിയയൊക്കെ ഫുൾ കറുപ്പായിരുന്നു. കൈയുടെ കൈവെള്ളയൊക്കെ കംപ്ലീറ്റ് കറുപ്പായിരുന്നു. ആ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 4 കീമോ കഴിഞ്ഞ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നത്തെ 4 കീമോയിലാണ് എനിക്ക് ഈ സൈഡ് ഇഫക്റ്റുകളെല്ലാം വന്നു തുടങ്ങിയത്. DC എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരം സൈഡ് എഫക്റ്റുകളെല്ലാം ഉണ്ടായിരുന്നത്. എൻ്റെ നഖം
സത്യം പറയുകയാണെങ്കിൽ 20 നമ്മുടെ 10 വിരൽ കൈയും 10 വിരൽ കാലിലും ആണല്ലോ. അപ്പം എൻ്റെ 20 നഖങ്ങളും ബ്ലാക്ക് കളറായിരുന്നു. കൈയുടെ നഖമാണ് വല്ലാതെ ബ്ലാക്ക് കളറിലേക്ക് വന്നത്. കൈയുടെ നഖം കംപ്ലീറ്റ് ബ്ലാക്ക് ക്യൂട്ടക്സ് ഇട്ട മാതിരി കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിപ്പോയി. കാലിൻ്റെ നഖം പക്ഷേ കംപ്ലീറ്റ് ബ്ലാക്ക് ആയില്ല, ഒരു പകുതി ഭാഗമൊക്കെ ബ്ലാക്ക് കളറായി. പക്ഷേ കാലിൻ്റെ നഖത്തിന് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ നഖം കുറച്ചേ ബ്ലാക്ക് കളർ ആയുള്ളൂ എങ്കിൽ കൂടിയും നഖം പൊളിഞ്ഞു പോകാൻ തുടങ്ങി. ഞാനിങ്ങനെ നമുക്ക് ചില സമയത്തൊക്കെ എവിടെയെങ്കിലും കാലിൻ്റെ നഖം തട്ടിപ്പോയിട്ട് നമുക്കിങ്ങനെ പൊളിഞ്ഞു പോരുമല്ലോ, നമ്മൾ പോലും അറിയാറില്ല ചില സമയത്ത് പൊളിഞ്ഞിരിക്കുന്ന നഖങ്ങളെ കാണാം. അതുപോലെയായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷേ നഖങ്ങൾ പൊളിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഞാനത് പയ്യെ ഇളക്കിയെടുത്ത് മാറ്റുമ്പോൾ ഉള്ളിൽ പുതിയ നഖം നന്നായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അത് കീമോ കഴിഞ്ഞ ശേഷം ആട്ടോ പൊളിഞ്ഞത്. കീമോ എടുക്കുന്ന പീരീഡ് പൊളിഞ്ഞില്ല, ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. അതുപോലെ കൈയുടെ നഖങ്ങൾക്കൊക്കെ ഭയങ്കര പെയിനായിരുന്നു. എന്നുവെച്ചാൽ എനിക്കൊന്ന് ചൊറിയാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനം നുള്ളി പൊളിക്കാനോ എന്തിനോ ഒരു പൊട്ട് ഇങ്ങനെ സ്റ്റിക്കറുള്ള പൊട്ട് ഇങ്ങനെ നുള്ളിയിട്ട് നമ്മൾ നെറ്റിക്ക് ഇടാൻ പറ്റില്ല, അങ്ങനെ പോലും സാധിച്ചിരുന്നില്ല. ഭയങ്കര പെയിനായിരുന്നു. ചൊറിയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. നഖം വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെയിൽ കട്ടർ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഭയങ്കര പെയിനായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് നഖമൊക്കെ മുറിച്ചിരുന്നത്. കാലിൻ്റെ നഖം പിന്നെ പെയിൻ കുറവാണെങ്കിൽ കൂടിയും നഖങ്ങൾ കീമോ കഴിഞ്ഞോടുകൂടി പൊളിഞ്ഞു പോയി. ആ 10 വിരലിൻ്റെ നഖവും പൊളിഞ്ഞ് പുതിയ നഖങ്ങൾ വന്നതാണ്. നല്ല നഖം വന്നു കേട്ടോ. അതുപോലെ കൈയുടെ നഖം കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. പക്ഷേ കൈയുടെ നഖം ഒറ്റയൊരെണ്ണം പോലും പൊളിഞ്ഞിട്ടില്ല. പൊളിഞ്ഞു പോയി പുതിയ നഖം വന്ന എല്ലാം പഴയ നഖം തന്നെ ആണ്, പൊളിഞ്ഞു പോയിട്ടില്ല. പഴയ നഖങ്ങളെല്ലാം നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. മൈലാഞ്ചി ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പിന്നെ ഇറങ്ങി വന്ന് പുതിയ നഖം വരുന്നത് വെള്ള കളറിലല്ലേ വരിക. അതുപോലെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. കറുപ്പ് നഖമെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോയി. നമ്മളത് പിന്നെ വെട്ടി കളഞ്ഞു. പിന്നെ വന്ന നഖങ്ങളെല്ലാം വെള്ള കളറിലായിരുന്നു. നല്ല നഖം വന്നു. കീമോ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോടു കൂടിയൊക്കെ തന്നെ എൻ്റെ നഖം, 2 മാസത്തോടു കൂടിയൊക്കെ തന്നെ എൻ്റെ നഖം നല്ല നഖം വന്നു. ഇപ്പോൾ എവിടെയും കറുപ്പില്ല. ഇത് കറുപ്പല്ല കേട്ടോ, ഞാൻ ബ്ലാക്ക് ക്യൂട്ടസ് ഇട്ടതാണ്. എവിടെയും ഒരു പ്രശ്നവുമില്ല, നല്ല നഖം വന്നു. ഈ കൈയുടെയൊക്കെ നഖം കംപ്ലീറ്റ് ബ്ലാക്ക് കളറായി പോയതാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല നഖം വന്നു. പിന്നെ എന്താ പറയുക, കറുപ്പ് ബ്ലാക്ക് കളറാവും, ശരീരത്തിൽ ബ്ലാക്ക് കളറാവുന്നത്. കൈയുടെ വെള്ളയൊക്കെ കംപ്ലീറ്റ് കരി തേച്ച പോലെ ആയിപ്പോയി. അതുപോലെ തന്നെ കാലിൻ്റെ അടിവശം, കാലിൻ്റെ ചുറ്റുഭാഗം, അങ്ങനെ കഴുത്തിൻ്റെ ഭാഗം, കണ്ണിൻ്റെ ഭാഗം, അങ്ങനെ പല ഭാഗങ്ങളും കംപ്ലീറ്റ് ബ്ലാക്ക് കളറായി. കൈയുടെ വെള്ളയൊക്കെ ആയിരുന്നു കാണേണ്ടത്, കരിക്കലം തേച്ച മാതിരിയായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു കീമോ കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് ഡേ ഒരു മാസത്തിനുള്ളിൽ കുളിക്കുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തെങ്കിലും കൈ വല്ലാതെ ഡ്രൈ ആവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും യൂസ് ചെയ്ത് കൈ ഇങ്ങനെ ആക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ വീഴാൻ തുടങ്ങും. കയ്യിലൊക്കെ ഇങ്ങനെ താരനൊക്കെ വീഴുന്ന അതിൽ ഇങ്ങനെ ആക്കുമ്പോൾ കൈ ഇങ്ങനെ പൊളിഞ്ഞ് വീഴാൻ തുടങ്ങും. പിന്നെ ഞാൻ കുത്തിയിട്ട് ഇങ്ങനെ പൊളിച്ച് കളയും. കൈയുടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ മഞ്ഞുകാലത്തൊക്കെ നമുക്ക് വല്ലാതെ ഇങ്ങനെ പൊളിയില്ലേ മേലെ, അതുപോലെ ഇങ്ങനെ തോല് പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊളിച്ച് പാടം മുഴുവൻ പൊളിച്ച് കളയും. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയൊക്കെ അങ്ങനെ പൊളിച്ച് കുറേ കൈ വൃത്തിയായി പോയി. പിന്നെ അത് കംപ്ലീറ്റ് പോയിട്ടോ. നല്ലതായി സോപ്പിട്ട് ഞാൻ ഇങ്ങനെ ഉരച്ച് കഴുകി, അതൊക്കെ അങ്ങ് പോയി, അതൊക്കെ പൊളിഞ്ഞു പോയി. അതുപോലെ തന്നെയായിരുന്നു കാലിന് വല്ലാതെ കട്ടി വെച്ചിട്ടുള്ളൊരു തോല് വന്നിരുന്നു, ബ്ലാക്ക് കളർ തോല്. അതും ഈ പറഞ്ഞ പോലെ കുളിച്ച് വന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിങ്ങനെ പൊളിഞ്ഞിരിക്കും, അങ്ങനെ പൊളിച്ചങ്ങ് കളയും. അപ്പം നല്ല വൃത്തിയായി. സത്യം പറയാമല്ലോ, മുന്നേ എൻ്റെ കാലിന് കുറച്ച് വിണ്ടുകീറലൊക്കെ ഉണ്ടായിരുന്നു. കീമോയൊക്കെ കഴിഞ്ഞ് ആ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞോടുകൂടി ആ വിണ്ടുകീറലും കൂടി അങ്ങ് പോയി കിട്ടി. അപ്പോൾ കാലൊക്കെ നല്ല വൃത്തിയായി, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കീമോ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, കീമോയിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം മാറും. ഒക്കെ ആയി പഴയ പോലെ തന്നെ വരും. പഴയതിനേക്കാളും ഭംഗിയായിട്ട് വരും. നഖങ്ങളൊക്കെ നമുക്ക് പെൺകുട്ടിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളാണ്. നഖങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയായി മുറിച്ച് അല്ലെങ്കിൽ നല്ല നീട്ടി വളർത്തി ക്യൂട്ടക്സൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഒരു ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ അതിനൊക്കെ ഇനിയും അവസരമുണ്ട്. പഴയ പോലെ തന്നെ നഖങ്ങൾ വളരും, പഴയ പോലെ തന്നെ നമുക്ക് ക്യൂട്ടക്സൊക്കെ ഇട്ട് നടക്കാം. ഒന്നുകൊണ്ടും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പഴയതുപോലെ തന്നെ വരും. പിന്നെ കണ്ണിന് ചുറ്റിനൊക്കെ എനിക്ക് കറുപ്പ് കളർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ പോയി, കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കുറേ പോയി. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കുകളൊക്കെ വരും നമ്മുടെ ശരീരത്തിൽ, അതെല്ലാം കുറേ പോവും. പിന്നെ കുറച്ച് സമയം എടുക്കുമായിരിക്കും, കംപ്ലീറ്റ് പോകാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും പോവും. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ആർക്കും അതൊന്നും ആലോചിച്ചൊരു ടെൻഷനും വേണ്ട. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക.
പോയത് പോവട്ടെ, എല്ലാം പുതിയത് തിരിച്ചു വരുമല്ലോ. നമ്മളൊരു കുഞ്ഞായി ജനിച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ല എന്താ പറയുക, മുടിയില്ല, നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നായിരിക്കും, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും, നമ്മുടെ കോലം എന്തായിരിക്കും നമുക്ക് തന്നെ അറിയാം. പിന്നെ ആ കോലങ്ങളെല്ലാം മാറി നമ്മൾ എന്താ പറയുക, പയ്യെ നമുക്ക് ഓരോന്നും പുതിയതായിട്ട് ഉണ്ടായി മുടി നീണ്ടു വരുന്നു, നമുക്ക് പുരുക്കം വരുന്നു, നല്ല പുരുക്കങ്ങൾ വരുന്നു, നല്ല നെയിൽസ് വരുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് കൂട്ടിയാൽ മതി. കീമോ കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ആളാണ്. ആ പുതിയ ആളിൽ നിന്ന് നമ്മൾ പിന്നെ പഴയ ആളിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിയാൽ മാത്രം മതി. നമ്മൾ രോഗിയാണെന്ന് നമ്മൾ സ്വയം കണക്കാക്കിയാൽ നമ്മൾ ഇന്നും രോഗി തന്നെയായിരിക്കും. ഞാൻ ഓരോ വീഡിയോയിൽ ഇത് പറയുമ്പോൾ ആർക്കും ഒരു റിപ്പീറ്റേഷൻ തോന്നരുത്. കാരണം ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എന്നെ സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മളൊരു രോഗി ആയിരുന്നു, ഇനി അല്ല. നമ്മുടെ രോഗം കംപ്ലീറ്റ് എടുത്തു മാറ്റപ്പെട്ടു, ഇനി അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ എന്താ പറയുക, പഴയതിലും ഉഷാറായി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു സൈക്കോളജി ഉണ്ടെന്ന് തോന്നുന്നു, ഒരു നെഗറ്റീവ് എനർജി. ഞാൻ പലപ്പോഴും എനിക്ക് അസുഖം വരുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്കും ഇത് വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇതായിരുന്നു ചിന്ത. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, അതിര ഇങ്ങനെ നീ നെഗറ്റീവായിട്ട് ചിന്തിക്കരുതേ, ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചാൽ തന്നെ അതൊരു സൈക്കോളജിയാണ്, അതിൻ്റെ കറക്റ്റ് ഇതെന്താണെന്ന് അറിയില്ല. അത് നമ്മുടെ മൈൻഡ് നെഗറ്റീവായിരുന്നാൽ നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സ് നമുക്കത് സംഭവിക്കും, അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാനത് നെഗറ്റീവായി എന്നും ഞാൻ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എപ്പോഴും തപ്പിപ്പെറുക്കി അവിടെയുണ്ടോ ഇവിടെയുണ്ടോ, അവിടെ മുഴയുണ്ടോ ഇവിടെയുണ്ടോ, അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു ചിന്ത അതുകൊണ്ടൊന്നായിരിക്കില്ല, എന്നാൽ കൂടിയും ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കും, അങ്ങനെ ഞാൻ ഈ നെഗറ്റീവായിരുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിങ്ങനെ അസുഖം വന്നേ എന്നൊക്കെ ഞാൻ ആലോചിക്കും. അതുകൊണ്ട് ഇനി അസുഖം വന്നേ ആരും ആവട്ടെ, നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറി എന്ന് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി. ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇനി വരില്ല. അങ്ങനെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി പഴയതിലേക്ക് നമ്മൾ വരും. നഖങ്ങൾ ഓരോരുത്തർക്കും ഓരോ ശരീരത്തിൻ്റെ അതുപോലെ ഇരിക്കും കേട്ടോ. ചിലർക്ക് എല്ലാവർക്കും ബ്ലാക്ക് കളർ മാത്രമായിരിക്കും, ചിലർക്ക് കുഴിനഖം വന്ന പോലെ തന്നെയായിരിക്കും. എന്താ പറയുക, പഴുപ്പ്. ഞാനൊരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മുടെ ക്യാൻസർ സർവൈവറായ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നഖങ്ങൾ മൊത്തം ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും, അതിയായ വേദനയാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ വരുന്ന ആൾക്കാരും ഉണ്ടാവും. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അതുപോലെ ആയിരിക്കും. എനിക്ക് പഴുപ്പൊന്നും വന്നില്ല, വേദന ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളറായിരുന്നു. കാലിൻ്റെ നഖങ്ങളൊക്കെ പൊഴിഞ്ഞു പോയി എന്നല്ലാതെ പഴുപ്പോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല. ഡോക്ടേഴ്സിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അതിന് മെഡിസിൻ എടുക്കുകയോ ഒന്നും വേണ്ട, അതൊക്കെ തന്നെ പോയിക്കോളും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ ക്യൂട്ടേഴ്സൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് നോക്കുമ്പോൾ വൃത്തികേടില്ല, ആൾക്കാർക്ക് നോക്കുമ്പോഴും വൃത്തികേടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട, എല്ലാം പോയതെല്ലാം തിരിച്ചു വരും. പിന്നെ ഈ നഖത്തിന് പഴുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നേക്കാം. ഞാൻ അതല്ല പറയുന്നത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പെയിൻ മാത്രമാണെങ്കിൽ അതങ്ങ് മാറും. അത് നമ്മുടെ കീമോയുടെ സമയത്ത് വരുന്ന അല്ലെങ്കിൽ കീമോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. അതെല്ലാം പോയി നമ്മുടെ ശരീരത്തിലെ നല്ല സെല്ലുകളെയും ചീത്ത സെല്ലുകളെയും കരിച്ച് കളയുന്ന സാധനമാണ് കീമോ. അപ്പം എന്താ പറയുക, നല്ലതും ആ കൂടെ പോവാണ്. പക്ഷേ അത് നല്ലതെല്ലാം പിന്നെ തിരിച്ചു വരും, ചീത്ത പിന്നെ തിരിച്ചു വരില്ല എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അപ്പം ആരും ടെൻഷൻ ആവേണ്ട, എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. അസുഖം വന്നവർക്കെല്ലാം അസുഖം വന്നു, അതൊരു കാലഘട്ടമാണ്, നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അത് അനുഭവിച്ചു കഴിഞ്ഞു. നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എക്സ്ട്രീം ആയിട്ടുള്ളത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും വരില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എനിക്കും എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.